ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സുധാകരൻ. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഉയർന്ന ചർച്ചകൾക്ക് വിരാമമിട്ട് താൻ കണ്ണൂരിൽ ഉണ്ടാകുമെന്ന് 3 വട്ടമാണ് കെ സുധാകരൻ ആവർത്തിച്ചത്. കണ്ണൂരിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അർജുൻ കല്യാണാണ് ചേരുന്നത്. അർജുൻ, ഒരു വട്ടമല്ല 2 വട്ടമല്ല 3 വട്ടം ഉറപ്പിച്ചു പറയുന്നു കെ സുധാകരൻ കണ്ണൂരിൽ ഞാൻ തന്നെ മത്സരിക്കുമെന്ന്. പക്ഷെ അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? വിനീത, അത് തന്നെയാണ്. കാരണം കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ അല്ലെങ്കിൽ കെ സുധാകരൻ കണ്ണൂരിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. 3 വട്ടം പറഞ്ഞുറപ്പിക്കുകയാണ്. പക്ഷേ കെ സുധാകരൻ ഇങ്ങനെ ഉറപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി ഈ കാര്യം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡിന്റെ യോഗം ഉൾപ്പെടെ നാളെ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുധാകരൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും കെ സുധാകരൻ നേരത്തെ തന്നെ കണ്ണൂരിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരിക്കണം ഒരുപക്ഷെ ഇത്തരമൊരു പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വന്നത്. എന്തായാലും ഇതിനകത്തൊരു അന്തിമ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ എംപിമാർക്ക് മത്സരിക്കാൻ ഇളവില്ല എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ കെ സുധാകരനും അക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കണ്ണൂർ സീറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ സുധാകരന് ഈ പറഞ്ഞ പോലെ തന്നെ 1 വട്ടമോ 2 വട്ടമോ 3 വട്ടവുമല്ല, കണ്ണൂരിൽ മത്സരിക്കാൻ എപ്പോ പറഞ്ഞാലും റെഡി എന്ന മട്ടിലാണ് സുധാകരന്റെ പ്രതികരണവും പ്രവൃത്തിയും. ശരി, കാത്തിരുന്ന് കാണാം. കെ സുധാകരൻ 3 വട്ടം ഉറപ്പിച്ചിരിക്കുന്നു കണ്ണൂരിൽ മത്സരിക്കുമെന്ന്. പക്ഷേ പാർട്ടി അത്ര ഉറപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അർജുൻ കല്യാട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.